Hello friends, welcome back to my channel. എല്ലാവർക്കും ലിജോളയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു കിടുക്കാച്ചി ക്യാമറകളെ കുറിച്ചാണ് പറയാൻ വന്നത്. അപ്പോൾ 50,000-ന്റെ ഉള്ളിൽ ഒതുങ്ങിയ ഒരു 4 DSLR-നെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഫസ്റ്റ് ബിഗിനേഴ്സായി വരുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കാൻ പറ്റിയ 2 ക്യാമറയും അതുപോലെ വ്ളോഗിങ്ങും വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടിയുള്ള 2 ക്യാമറ ആയിട്ട് 2 വേർതിരിച്ചാണ്. അതുപോലെ തന്നെ മിറർലെസ്സും DSLR ആയിട്ട് അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയാലോ. ഇതാണ് നമ്മളെ മുത്ത്, നമ്മുടെ ഉസ്മാൻ. നിങ്ങൾ ഉസ്മാനെ കണ്ടിട്ടില്ല? അപ്പോൾ പൊന്നാർ ഉസ്മാനാണ്. നമുക്ക് ആകായിട്ടുള്ള ഒരു എന്താ പറയുക മുഹബത്താണ്. കണ്ടില്ല? അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ മൂപ്പര ഇടയ്ക്ക് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഉസ്മാന്റെ ചങ്കുകളെ കുറിച്ചാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ പറയാൻ പോണേ, ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള. ഫസ്റ്റത്തെ സാധനം എന്ന് പറയുന്നത് കെനോന്റെ 200D Mark II. മറ്റേ ഉസ്മാന്റെ അയൽവാസിന്റെ ആൾക്കാരാണ് കെനോൺ. ഓക്കെ, നിക്കോണാണ് കണ്ടില്ലേ പോലോ. അപ്പോൾ കെനോന്റെ 200D Mark II ആണ്. അപ്പോൾ അതിൽ 24 മെഗാ സെൻസർ ക്യാമറയാണ്. അത് 4K വീഡിയോ റെസൊല്യൂഷനും അത് 25 ഫ്രെയിം പെർ സെക്കൻഡിലാണ് 4K വീഡിയോ റെസൊല്യൂഷൻ ഉള്ളത്. അതുപോലെ തന്നെ ഫുൾ HD ഉള്ള 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഉസ്മാന്റെ ചെങ്ങായി കണ്ണിൽ നോക്കി ഫോക്കസ് ചെയ്യും. ആര്? നമ്മുടെ കെനോൺ 200D Mark II കണ്ണിൽ നോക്കി ഫോക്കസ് ചെയ്യുന്ന ഐ ഡിറ്റക്ഷനുള്ള ഫോക്കസ് ഓട്ടോ ഫോക്കസ് സെറ്റപ്പാണ് നമ്മുടെ ആർക്കുള്ളത്? ഉസ്മാന്റെ ചെങ്ങിനുള്ളത്. അപ്പോൾ കെനോൺ 200D Mark II എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബിഗിനേഴ്സ് ഫോട്ടോഗ്രാഫി ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു ഐറ്റാണ്. കാരണം ലൈറ്റ് വെയിറ്റ് ആണ്. ഈ പിള്ളേർക്കൊക്കെ ചെറിയ പിള്ളേർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു മുതലാണ് സാധനം. അപ്പോൾ എന്തായാലും 50,000-ന്റെ ഉള്ളിലാണ് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പക്ഷെ അതിന് വരുന്ന ഡീമെറിറ്റ് അല്ല, അതിന് ഫോക്കസ് പോയിന്റ് വരുന്നത് വെറും 9 ഫോക്കസ് പോയിന്റ് ആണ് അതിന് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കെനോന്റെ 200D Mark II കുറിച്ചുള്ള കാര്യം. അപ്പൊ നമ്മുടെ ഉസ്മാന്റെ കുടുംബക്കാരുണ്ട് അടുത്താള്. ഉസ്മാന്റെ കുടുംബക്കാരെന്ന് പറയുമ്പോൾ ഉസ്മാന് ഭയങ്കര വയസ്സാളാണ്. നിങ്ങൾക്ക് അറിയാനായിട്ടാണ്. T90 ആണ് മുപ്പര കാലഘട്ടം. അപ്പം മുപ്പര കാലഘട്ടമല്ല മുപ്പര പേര്. ഓക്കെ, അപ്പൊ ഇപ്പോഴും മുപ്പര കുടുംബക്കാരന്റെ പേര് എന്ന് പറഞ്ഞാല് നിക്കോൺ 5600 ആണ്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ HD വീഡിയോ റെസൊല്യൂഷൻ ഉണ്ട് 60 ഫ്രെയിം പെർ സെക്കൻഡ്. പക്ഷെ അതിന്റെ പോരായ്മല്ല, അതില് 4K വീഡിയോ എടുക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ ഐ ഫോക്കസിങ് ആ സംവിധാനം ഇല്ല. അപ്പോൾ മൂപ്പരെ കുടുംബക്കാരനുള്ള 39 ഫോക്കസ് പോയിന്റ് ഉണ്ട് ആണ് ഒരു വേറെ പ്രത്യേകത. അതന്നെ ഉള്ളു മൂപ്പരുടെ അടുത്ത് കാര്യമായിട്ടുള്ളത്. മൂപ്പര് ഇതിന്റെ റേറ്റ് ഏകദേശം കുറഞ്ഞ് പിന്നെ വൈഫൈ സിസ്റ്റം എന്തോ കാര്യം കിടപ്പുണ്ട്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ നേരെ മൊബൈലിലേക്ക് വരുന്ന സിസ്റ്റം ഇതിനുണ്ട്. 5600-നുണ്ട്. ഓക്കെ, ഈ രണ്ട് ക്യാമറ എന്ന് പറയുന്നത് DSLR ആണ്, മിറർലെസ് അല്ല. ഓക്കെ, മിററുള്ള ക്യാമറകളാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം കൂടും. കാരണം വ്യൂ ഫൈൻഡറിലൂടെ ഒക്കെ നമ്മൾ നോക്കി ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നേരം ചാർജ് നിൽക്കുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് വീഡിയോഗ്രാഫി അതുപോലെ തന്നെ വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു നല്ല കിടുക്കാച്ചി ഈ 2 മിറർലെസ് ക്യാമറകളെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഉസ്മാന്റെ വകയിൽ ചങ്ങായിട്ട് വരും. ഉസ്മാന്റെ ചങ്ങായി എങ്ങനെ കേട്ടോ ഉദ്ദേശിച്ച്. അപ്പോൾ ഫസ്റ്റത്തെ മിറർലെസ് ക്യാമറ പറയുന്നത് നമ്മുടെ പാനസോണിക്കിന്റെ ലൂമിക്സ് G85 എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ലൂമിക്സ് G85 അതാണ്. അതിന് 4K വീഡിയോ റെസൊല്യൂഷൻ ഉണ്ട്. പിന്നെ അപ്പോൾ ഈ ലൂമിക്സ് G85-ന്റെ 5 ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. അതുപോലെ തന്നെ 16 മെഗാ പിക്സൽ ക്യാമറ. 5 ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല സ്റ്റെബിലൈസ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഒരു വീഡിയോ വ്ളോഗർ അതുപോലെ വീഡിയോഗ്രാഫി ചെയ്യുന്ന ആൾക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഒരു ഐറ്റവും അതുപോലെ യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് പറയുമ്പോൾ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ 50,000-ന്റെ ഉള്ളിൽ ഒതുങ്ങിയ ഈ ക്യാമറ. ഓക്കെ, പാനസോണിക്കിന്റെ ആണ്. ലുമിക്സിനെ കുറിച്ച് കാരണം ഞാൻ പാനസോണിക് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ച് നോക്കിയിട്ട് അത് നല്ലൊരു റിവ്യൂ ആണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്ത ക്യാമറ എന്ന് പറയുന്നത് മിറർലെസ് ക്യാമറ തന്നെയാണ്. കെനോന്റെ M50 ആണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത അറിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ തന്നെ കെനോന്റെ 200D Mark II കണ്ട പോലെ തന്നെ ഐ ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പം വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും കറക്റ്റായി ഫോക്കൽ പോയിന്റിൽ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ 4K വീഡിയോ റെസൊല്യൂഷൻ ഉണ്ട്. ഫുൾ HD വീഡിയോ റെസൊല്യൂഷനാണ്. പിന്നെ 24 മെഗാ പിക്സലാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ മിറർലെസ് ക്യാമറ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും 2 ബാറ്ററിക്ക് മാക്സിമം കൊണ്ടുപോകേണ്ടി വരും, മിനിമം കൊണ്ടുപോകേണ്ടി വരും. കാരണം ചാർജിന്റെ കാര്യത്തിൽ മിറർലെസ് ക്യാമറ വളരെ ബാക്കിലാണ് മിറർ ക്യാമറകളെ അപേക്ഷിച്ച്. കാരണം മിറർ ക്യാമറകൾ വ്യൂ ഫൈൻഡറിന്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ കാര്യത്തിലും ക്യാമറ ബാറ്ററി വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിൽ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് സ്റ്റെബിലൈസ് കിട്ടില്ല എന്നുള്ളൊരു ചെറിയൊരു പോരായ്മ ഉണ്ടാവും.
അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ ഓൾ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യുക. അതിനുശേഷം ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ലിജു ഓൺലൈൻ സൈൻ ഔട്ട്.